വലിയച്ഛൻ വരുന്നുണ്ട്. ഭക്ഷണം കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ഓക്കെ. നല്ല രുചി, ലഘുവാണ്. കുറവുപ്പ്, കുറവെണ്ണ, കുറവ് പഞ്ചസാര. എന്നാൽ കൂടുതൽ ആരോഗ്യം, കൂടുതൽ സന്തോഷവും. അതെ, ശ്രദ്ധയോടെയുള്ള പാചകം ചെയ്യൽ സ്നേഹത്തോടെയുള്ള പാചകം ചെയ്യലാണ്. ഐവർമഠം രമേശ് കോരപ്പത്തിന്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ MLA UR പ്രദീപ് രമേശ് കോരപ്പത്തിന്റെ വസതിയിൽ സന്ദർശനം നടത്തി. ഐവർമഠം രമേശ് കോരപ്പത്തിന്റെ മാതാവ് കോരപ്പത്ത് കല്യാണിക്കുട്ടിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ UR പ്രദീപ് MLA വസതി സന്ദർശിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 91 വയസ്സുള്ള കല്യാണിക്കുട്ടിയമ്മ അന്തരിച്ചത്. സംസ്കാരം ഐവർമഠം ശ്മശാനത്തിൽ നടന്നിരുന്നു. നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തായിരുന്ന MLA തിരിച്ചെത്തിയ ഉടനെ രമേശ് കോരപ്പത്തിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി കുത്താമ്പുള്ളി, തിരുവല്ലോമല ഷിർദി സായി സേവാ കേന്ദ്രം ട്രസ്റ്റി CMR കന്ദസ്വാമി, കർഷക സംഘം ഏരിയ സെക്രട്ടറിയും CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവുമായ KP ഉമാശങ്കർ തുടങ്ങിയവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച MLA കല്യാണിക്കുട്ടിയമ്മയുടെ വിയോഗത്തിൽ തന്റെ അനുശോചനം രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നമ്മുടെ കോരപ്പത്ത് രമേശേട്ടൻ, അദ്ദേഹത്തിൻ്റെ അമ്മ കുടുംബത്തെ വിട്ട് പിരിഞ്ഞു പോയി, നാടിനെ വിട്ടും പിരിഞ്ഞു. ഈ വിവരം അറിയുന്ന സമയത്ത് നിയമസഭയിലായിരുന്നു. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നാൽ ഉടനെ വന്ന് ഇവിടെ കണ്ട് ഒന്ന് ദുഃഖം പങ്കുവെച്ച് രേഖപ്പെടുത്തണമെന്നാണ് വന്നത്. നേരത്തെ നിരവധി വട്ടം ഇവിടെ വന്നപ്പോൾ അമ്മ വളരെ സ്നേഹത്തോടു കൂടിയാണ് സംസാരവും എല്ലാമായി. അവസാനം കാണുന്ന സമയത്ത് അവർക്ക് വയ്യായി ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവരിവിടെ വിട്ട് പോയി എന്ന് അറിയുമ്പോൾ വലിയ സങ്കടം ദുഃഖം തോന്നി. ഏതായാലും മനുഷ്യനാകുമ്പോൾ എല്ലാവർക്കും ഒരു മരണം ഉണ്ടാവും. അതുകൊണ്ട് കുടുംബത്തിൽ സങ്കടം പങ്കുവയ്ക്കാനും അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യം പോയി എന്ന നിലയ്ക്കാണ് ശരിക്കും കാണാൻ കഴിയുക. അമ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിലൊരു കാരണവരുണ്ടെങ്കിൽ ഒന്നും ഭയക്കേണ്ടതോ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതോ ആവശ്യമില്ല. ഏതായാലും ഇങ്ങനെ തരണം ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ വന്ന് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. കല്യാണിക്കുട്ടിയമ്മ എന്ന കുടുംബത്തിൻ്റെ ഐശ്വര്യം അതില്ല നമുക്ക്. ഏതായാലും അത് ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബത്തിനൊപ്പം എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കുക എന്ന് തന്നെയാണ് ചെയ്യാറുള്ളത്. ആ കാര്യത്തിൽ നേരിട്ട് വന്ന് കുടുംബാംഗങ്ങളെല്ലാവരും കണ്ട് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതിന് അനുശോചനം പ്രത്യേകം രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. CCV ന്യൂസ്, തിരുവല്ലോമല.